ബാക്ക് ടു എ ന്യൂ വ്ളോഗ് ഗൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ലൈക്ക് കുറേ നാൾക്ക് ശേഷം അല്ലേ നമ്മൾ കാണുന്നത്. യെസ്, ഞാൻ അതുകൊണ്ട് തന്നെ കുറേ നാൾക്ക് ശേഷം വ്ളോഗ് എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു. എൻ്റെ ഇൻട്രോ ഒന്നും ശരിയാവുന്നില്ല ഗൈസ്. ലൈക്ക് ഞാൻ 2-3 ടേക്സ് എടുത്ത ശേഷമാണ് ഈ ഇൻട്രോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ യാ, നിങ്ങളെല്ലാവരും നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. സോ വേറെ ബർത്ത്ഡേ അല്ല ഗൈസ്, എൻ്റെ പ്രിയ ദമ്മൻ്റെ മിസ്റ്റർ അനീഷ് ആർക്കിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇത് അനീഷിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വ്ളോഗാണ്. നമ്മൾ ഒരുപാട് ബർത്ത്ഡേ സെലിബ്രേഷൻസ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ ഞാനൊന്നും ഇട്ടിട്ടില്ല. ലാസ്റ്റ് ഇയർ പിറന്നാൾ സെലിബ്രേഷനാണ് ഇട്ടത്, ബർത്ത്ഡേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഞാൻ ഇടാമെന്ന് വിചാരിച്ച റീസൺ എന്ന് വെച്ചാൽ ഞാൻ 2-3 സർപ്രൈസസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ആ വിശേഷങ്ങൾ കാണാം. പ്ലസ് ഞാൻ വിചാരിച്ചത് ഒരു ഡോക്യുമെന്റിങ് കൂടി ആണല്ലോ. നമുക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഒമാൻ ജീവിതത്തിൽ നമ്മളോരോ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതെന്നും സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ കാണുന്ന ഒരു രസമല്ലേ. അപ്പോൾ അതൊക്കെ കാരണമാണ്. പക്ഷെ ഇതിൽ എന്തൊക്കെ അനീഷ് ഇടാൻ സമ്മതിക്കും എന്ന് എനിക്കറിയില്ല. അനീഷിൻ്റെ ലാസ്റ്റ് റൗണ്ട് ഓഫ് ഫിൽറ്ററിംഗ് ഒക്കെ കഴിഞ്ഞത് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ വ്ളോഗിൽ എന്തൊക്കെ കാണും എന്ന് എനിക്കറിയില്ല. എനിവേ എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. 3 സെഗ്മെന്റ്സ് ആയിട്ടാണ് ബർത്ത്ഡേ സർപ്രൈസസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ട് ആക്ച്വലി ദുബായിൽ തന്നെ കഴിഞ്ഞു കേട്ടോ ഗൈസ്. പിന്നത്തെ ഞാൻ കാറിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് ഞാൻ അനീഷിൻ്റെ ഓഫീസിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തത് നമ്മുടെ വീട്ടിലും 4ാമത്തത് ഹോട്ടലിലുമാണ്. സോ ഇതിൽ എത്രയൊക്കെ സക്സസ് ആവും ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ ഹോപ്പ്, ഫിംഗേഴ്സ് ക്രോസ്ഡ്, എല്ലാം സക്സസ് ആവട്ടെ എന്നുള്ളത്. പിന്നെ എത്രയൊക്കെ നമ്മൾ സർപ്രൈസ്ഡ് ആക്കിയാലും അനീഷിൻ്റെ മുഖത്ത് എക്സ്പ്രഷൻസ് കുറച്ചേ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഞാൻ എക്സൈറ്റഡ് ആണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ യാ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് ലുലുവിലേക്കാണ്. അനീഷ് ഓഫീസിലാണ്. അപ്പോൾ ആ സമയം നോക്കി ഞാൻ ലുലുവിലേക്ക് ഇറങ്ങാണ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ടുണ്ട്. അതിൽ നമുക്ക് കേക്ക് ഷോപ്പിൽ പോയി കേക്കും വാങ്ങിക്കണം. അപ്പോൾ അനീഷ് ഓഫീസിൽ നിന്ന് വന്ന സമയം കൊണ്ട് നമുക്ക് വേഗം പോയി ഈ പരിപാടികളൊക്കെ തീർത്തിട്ട് വരാം. ആൻഡ് ഞാൻ ലുലുവിലേക്ക് എത്തുന്ന സമയം കൊണ്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് ദുബായിൽ സെലിബ്രേഷൻ കണ്ടിട്ട് വരും. നമ്മൾ ദുബായിക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ അനീഷിൻ്റെ ബർത്ത്ഡേയുടെ 2-3 ദിവസം മുമ്പായിട്ടാണ് നമുക്ക് ഈദ് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അനീഷും കൂടി ദുബായി പോയപ്പോൾ അവിടെ അവർ ചെറിയൊരു സർപ്രൈസ് അനീഷിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയും ചിറ്റയും അമ്മൂമ്മയും കസിൻസും എല്ലാവരും സ്വായൊക്കെ കൂടി ചേർന്നിട്ട് ഒരു കുട്ടി ബർത്ത്ഡേ സർപ്രൈസ്. അതും കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ടാണ്. അനീഷിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ലുലുവിൽ എത്ര സമയം കൊണ്ട് നിങ്ങൾ വേഗം പോയിട്ട് ദുബായിലെ അനീഷിൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ കണ്ടിട്ട് വരും. ഓക്കെ, അങ്ങനെ ഒരു 12-12:30 ആയപ്പോഴേക്കും അവർ അനീഷിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അനീഷിന് ചെടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അത് കാരണം അവരൊരു ഇൻഡോർ പ്ലാന്റും ഒരു ഭംഗിയുള്ള ഷർട്ടാണ് കൊടുത്തേക്കുന്നത്. അത്രയും ലേറ്റ് ആയത് കാരണം തന്നെ അമ്മൂമ്മയൊക്കെ 2-3 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മനെ അവർക്ക് ഉറക്കപ്പിച്ചിലാണ് ഇനിയിപ്പിച്ചിട്ട് ബർത്ത്ഡേ പാടാനായിട്ട് നിർത്തിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സർപ്രൈസ് പിറ്റേ ദിവസം ഉച്ചയ്ക്കായിരുന്നു. ഞങ്ങളൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അനീഷിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ചിക്കൻ ബിരിയാണി. അപ്പോൾ അമ്മയും ചിറ്റയും ശരത്തേട്ടനും കൂടി അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ അങ്ങ് മാറി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മൂമ്മ അന്നത്തെ ദിവസം വെജിറ്റേറിയൻ ഫുഡായിരുന്നു. അതുകൊണ്ട് അമ്മൂമ്മ നേരത്തെ കഴിച്ചായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പക്ഷെ അനീഷിൻ്റെ മുഖത്ത് ഇത്രേ എക്സ്പ്രഷൻസ് വരത്തുള്ളൂ. ബിരിയാണി വാസ് സോ യം. ശരത്തേട്ടൻ സ്വാത്തു ബിരിയാണി അമ്മാളു നമ്മൾ പറഞ്ഞു നിർത്തിയത് ഞാൻ ലുലുവിൽ ഷോപ്പിങ്ങിന് പോകുന്നു എന്നുള്ളതാ അല്ലേ. അപ്പം ഞാൻ ലുലു പോയിട്ട് വാങ്ങിച്ചതാ ഈ ഒരു റോസ് ഫ്ലവറും ഒരു ബർത്ത്ഡേ കാർഡും പിന്നെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ബൊക്കയും പിന്നെ ഒരു ചോക്ലേറ്റും കുറച്ച് ബലൂൺസും ഡെക്കറേറ്റിംഗ് ഐറ്റംസാണ്. ഇതിൽ പകുതി സാധനങ്ങളെല്ലാം നമുക്ക് ഇന്ന് തന്നെ അനീഷിൻ്റെ ഓഫീസിലെ ഒരു കൊളീഗ് ഉണ്ട്. ആ കൊളീക്കിനെ കൊണ്ട് എല്ലാം ഏൽപ്പിക്കണം. നമ്മുടെ ഓഫീസിലെ സർപ്രൈസിന് വേണ്ടിയിട്ടാണ് അതെല്ലാം ഞാൻ കൊണ്ടുപോയി ഏൽപ്പിച്ച ശേഷം നേരെ പോയത് മോഡേൺ ഒമാൻ ബേക്കറിയിലേക്കാണ്. നമുക്ക് രാത്രി 12 മണിക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കേക്കും നെക്സ്റ്റ് ഡേ അതായത് ജൂൺ 2 അനീഷിൻ്റെ ബർത്ത്ഡേക്ക് വൈകുന്നേരം വീട്ടിൽ കട്ട് ചെയ്യാനായിട്ടുള്ളൊരു കേക്കും വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. ഹേ ഗായ്സ്,
സോ നിങ്ങളെല്ലാവരും ദുബായിലുള്ള ചെറിയൊരു കുട്ടി സെലിബ്രേഷൻ കണ്ടല്ലോ ബർത്ത്ഡേയുടെ. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടു വന്നപ്പോഴേക്കും ഞാൻ ലുലുവിലൊക്കെ പോയി നമ്മുടെ ഷോപ്പിംഗ് തീർത്തു. പിന്നെ ഞാൻ മോഡേൺ ബേക്കറി പോയി, അവിടെ നിന്ന് നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചു. സോ അനീഷ അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ലുലുവിൽ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാണ്ടെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ നമുക്ക് അതൊക്കെ ആയിട്ട് കയറാം. പിന്നെ എനിക്ക് തോന്നുന്നു കേക്ക് ഞാൻ ഇപ്പം തന്നെ ഞാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അനീഷിന്. കാര്യം എന്തായാലും കവർ കാണുമ്പോൾ അനീഷിന് മനസ്സിലാവും. അപ്പോൾ എന്തായാലും കേക്ക് ഞാൻ ഇപ്പം തന്നെ ഞാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. പക്ഷെ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഗൈസ്. ലൈക്ക് ദ പ്ലാൻ എല്ലാം സെറ്റാണ്, പക്ഷെ വീഡിയോ എടുക്കണ കാര്യം അല്ലെങ്കിൽ വ്ളോഗ് എടുക്കണ കാര്യം ഞാൻ ലാസ്റ്റ് മിനിറ്റാണ് ഓർത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്രിപ്പയർഡ് അല്ല, ലൈക്ക് പ്ലാൻഡ് അല്ല എങ്ങനെ അത് നിങ്ങളിലേക്ക് എത്തിക്കും, ലൈക്ക് ഓരോരോ സർപ്രൈസസ് എങ്ങനെയാണെന്നുള്ളത്. സോ ഞാൻ എല്ലാ ബിറ്റ്സ് ആൻഡ് പീസസ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് എങ്ങനെ അറേഞ്ച് ചെയ്ത് ഞാനൊരു പ്രോപ്പർ വ്ളോഗ് ആക്കുമെന്ന് എനിക്ക് അറിയില്ല. എനിവേ ലെറ്റ്സ് സീ. Happy birthday! Surprise! Thank you, കുട്ടി. What is this? ഞാൻ മര്യാദയ്ക്ക് ഡ്രസ് ചെയ്ത് നിൽക്കില്ലേ? അങ്ങനെ ബർത്ത്ഡേ ഡേ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇനീറ്റ് അനീഷ് ബാത്റൂമിൽ കയറിയ സമയം നോക്കിയിട്ട് ഞാൻ ആ വേഗം ബർത്ത്ഡേ കാർഡ് എഴുതാണ്. അപ്പോൾ എൻ്റെ പ്ലാൻ പ്രകാരം നമ്മുടെ ഫസ്റ്റ് സർപ്രൈസ് അനീഷിൻ്റെ കാറ് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതാണ്. എൻ്റെ പ്ലാൻ എല്ലാം കൊള്ളാവുന്നാ തോന്നുന്നതെന്ന് കാറിൽ കൊണ്ടുപോയിട്ട് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അനീഷിൻ്റെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ബാങ്കിൽ പോകണം. അതാണ് അനീഷ് നേരത്തെ ഇറങ്ങി. പക്ഷെ ഇപ്പോൾ തിരിച്ച് വരും. വന്നിട്ട് ഇനിയിപ്പോൾ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. പക്ഷേ ബാത്റൂമിലിരിക്കണ അത്ര സമയം കുളിക്കാൻ എടുക്കത്തില്ല. അപ്പോൾ എനിക്ക് ധൃതിയിൽ ഞാൻ അത് കൊളാക്കൂ എന്ത് പറഞ്ഞ് ഇനി രണ്ടാമത് താഴെ ഇറങ്ങുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വിചാരിച്ച് കീയിൽ എൻ്റെ പേഴ്സ് വെച്ച് മറന്നു. ഇപ്പോൾ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വേഗം സാധനങ്ങൾ വെക്കാമെന്നാണ്. ഇനിയിപ്പോൾ രണ്ടാമത് ഇപ്പോൾ അനീഷ് കുളിക്കാൻ പോകുമ്പോൾ ഞാൻ എന്തും പറഞ്ഞ് താഴെ പോവും. ഇല്ലെങ്കിൽ ഒന്നും പറയണ്ട, ഞാനിപ്പോൾ വേഗം ബലൂൺസ് വീർപ്പിച്ച് കവറിലാക്കി വെക്കുക. എന്നിട്ട് അനീഷ് കുളിക്കാൻ കയറുന്ന സമയത്ത് വേഗം മിണ്ടാണ്ട് ഓടിപ്പോയിട്ട് വെച്ചിട്ട് വരാം. എനിക്ക് ടെൻഷൻ തോന്നുന്നു. ഓക്കെ ബൈ ഗൈസ്. എൻ്റെ പ്ലാനിങ് പ്രകാരം ഫസ്റ്റ് സർപ്രൈസ് അനീഷിൻ്റെ കാറിലായിരുന്നു കൊടുക്കേണ്ടിരുന്നത്. അപ്പോൾ അനീഷിൻ്റെ കാറിൽ നമ്മൾ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇന്നലെ വാങ്ങിച്ച ആ റോസ് ഫ്ലവറും പിന്നെ ബർത്ത്ഡേ കാർഡും 2-3 ബലൂൺസൊക്കെ വീർപ്പിച്ച് വെച്ചിട്ട് അനീഷ് ഓഫീസിൽ പോകാനായിട്ട് കാറ് തുറക്കുമ്പോഴേക്കും അതൊരു സർപ്രൈസ് ആയിരിക്കും. അനീഷ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല. അതായിരുന്നു എൻ്റെ പ്ലാനിങ്. ഞാൻ വെൽ പ്ലാൻഡ് ആയിരുന്നു. കാര്യം സാധാരണ അനീഷ് വാഷ്റൂമിൽ കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ എൻ്റെ അകത്ത് ഇരിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അന്നത്തെ ദിവസം അനീഷ് വേഗം ഇറങ്ങുകയും ചെയ്തു. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. ഞാൻ കുറച്ച് സമയത്ത് ഈ അൺഎക്സ്പെക്റ്റഡ് തിങ്സൊക്കെ വന്നപ്പോൾ കുറച്ച് പാനിക്കായി പോയി. പക്ഷെ എന്നാലും ഞാൻ വേഗം അനീഷ് പോയ സമയം നോക്കിയിട്ട് ബലൂൺസൊക്കെ വേഗം തന്നെ വീർപ്പിച്ച് എല്ലാം ഞാൻ കവറിൻ്റെ അകത്ത് ഇട്ടിട്ട് ലോണ്ടറി റൂമിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചു. ആ തിരക്കിട്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്തോ 2-3 ബലൂണൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് വീർപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മറ്റേ പമ്പിങ്ങൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ എടുത്ത് പമ്പ് ചെയ്തൊക്കെ എങ്ങനെയൊക്കെ ഞാൻ അതെല്ലാം കൂടി വീർപ്പിച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്ന പോലെ ഒന്നും അല്ല ഗൈസ്, ശരിക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാര്യം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രെസ്സ്, പിന്നെ നമ്മൾ വിചാരിക്കാത്ത പോലെ പെട്ടെന്ന് അനീഷ് വരെയും വണ്ടി എടുത്ത് പോവുകയും ചെയ്തതിൻ്റെ ആ ഒരു പാനിക്കൊക്കെ കൂടി ഞാൻ ധൃതിയിലൊക്കെയാണ് ചെയ്തത്. പക്ഷെ എന്നാലും ഞാനതൊക്കെ എൻജോയ് ചെയ്താട്ടോ ചെയ്തത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ലതാണല്ലോ അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലൊക്കെ ഞാൻ അതാ വേഗം ചെയ്തൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് അനീഷ് വന്നു കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറി. ആ സമയം നോക്കി ഞാൻ TV വെച്ചിട്ട് നല്ലോണം ഓളിയത്തിൽ പാട്ടിട്ടിട്ട് അനീഷ് കയറിയ സമയം നോക്കി ഞാൻ ഓടിപ്പോയി. ലൈക്ക് മിന്നൽ വേഗത്തിൽ ഞാൻ ഓടിപ്പോയി കാറ് വേഗം നമ്മൾ വാങ്ങിച്ച റോസ് ഫ്ലവറും കാർഡും ബലൂൺസൊക്കെ വീർപ്പിച്ചതെല്ലാം വെച്ച് അനീഷിൻ്റെ കാറ് സെറ്റാക്കിയിട്ട് ഞാൻ മിന്നൽ വേഗത്തിൽ ഓടി തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ ഗൈസ്. സെറ്റ് ഞാൻ എല്ലാം കവറിലാക്കി കൊണ്ടുപോയിട്ട് നന്നായി ഓടി പിഴച്ച് ഞാൻ കൊണ്ടുപോയി വെച്ച് ഓടി വന്നിട്ടുണ്ട്.
അനീഷ ഇറങ്ങി കാണില്ല ബാത്റൂം ഞാൻ വിചാരിക്കണോ ഇനി ഇറങ്ങിയ കണ്ണാടി വല്ലതും കണ്ടില്ലെന്നോ വല്ലതും പറയാം. ഓക്കെ, ഐ ആം എക്സൈറ്റഡ്. ഞാൻ വന്നപ്പോഴേക്കും ഭാഗ്യത്തിന് അനീഷ് കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പാട്ട് നല്ല ഊളത്തിൽ വെച്ച കാരണം തന്നെ ഞാൻ മെയിൻ ഡോർ തുറന്ന് പോയതോ വന്നോ ഒന്നും അനീഷ് അറിഞ്ഞിട്ടില്ല. അനീഷിൻ്റെ കാറിൽ നമ്മൾ വെച്ച ബലൂൺസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മളങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അനീഷിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ലോണ്ട്രിയിലെല്ലാം തേക്കാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനും കൂടെ പോകാൻ ഓർത്തു. കാര്യം നമുക്ക് കുറച്ചധികം സാധനങ്ങൾ കൊടുക്കാനുണ്ട്. ഞാൻ ആ പറയുന്ന കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതൊരു നുണയാണെന്ന്. ശരിക്കും ലോണ്ട്രി കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ അനീഷിൻ്റെ കൂടെ ഞാൻ വലിഞ്ഞു കയറി പോയതാ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ കാര്യം സർപ്രൈസിൻ്റെ റിയാക്ഷൻ വീഡിയോ നമുക്ക് എടുക്കണ്ടേ. Happy birthday to you. Happy birthday to you. ഇത് സർപ്രൈസ് ആയില്ലോ. ഇത് അറേഞ്ച് ചെയ്ത് ഇതെങ്ങനെ അറേഞ്ച് ചെയ്ത്? അവിടെ എന്തൊക്കെയുണ്ട് നോക്കൂ. സർപ്രൈസ്ഡ് ആയോ? യെസ്, സർപ്രൈസ്ഡ് ആയി. ഗൈസ്, ഫ്ലവറും കാർഡൊക്കെ നമുക്ക് തന്നു വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. And Anish is going office. Bye. Hey guys, അപ്പോൾ നമ്മൾ സെക്കൻഡ് സർപ്രൈസ് അനീഷിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഓഫീസിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ ആ ഫ്ലവർ ബൊക്കെയും പിന്നെ ചോക്ലേറ്റ്സും ബലൂൺസും ഡെക്കറേറ്റിംഗ് ഐറ്റംസ് എല്ലാം നമ്മൾ രാത്രി തന്നെ അനീഷിനെ കൊളീഗിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ രാവിലെ തന്നെ ഓഫീസ് അനീഷിൻ്റെ ക്യാബിനൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അനീഷ് കാറിലെ സർപ്രൈസ് കഴിഞ്ഞ് അനീഷ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അനീഷ് ചെല്ലുമ്പോഴേക്കും ആയിരിക്കും അവിടുത്തെ ഡെക്കറേഷനും സർപ്രൈസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവുക. ഓഫീസിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന സർപ്രൈസും സെലിബ്രേഷനും ഒക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. പക്ഷേ എൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. കാര്യം ഓഫീസിലെ മറ്റുള്ള സ്റ്റാഫുകളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ സർപ്രൈസ് നമ്പർ 2 ഇസ് സക്സസ്ഫുൾ. ഇതൊക്കെ കഴിഞ്ഞിതാ വൈകുന്നേരം വീട്ടിലുള്ള കേക്ക് കട്ടിങ്ങും സെലിബ്രേഷൻ ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ തുടങ്ങി. ഞാൻ ഡെക്കറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അനീഷിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ ഒരു കുഞ്ഞു കഥ കേട്ടാലോ? വായോ. അനീഷ് കുറച്ച് നാളായി എന്നോട് പറയുന്നു അനീഷിന് ഇയർ പിയേഴ്സിങ് ചെയ്യണം, കാത് കുത്തണം, സ്റ്റഡ് ഇടണം എന്നൊക്കെ ഉള്ളത്. അനീഷ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാത് കുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ അടഞ്ഞു പോയി. അപ്പോൾ കൂടെ ഇത് പറയുന്ന കാരണം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഈ ബർത്ത്ഡേക്ക് നമുക്കൊരു ഇയർ സ്റ്റഡ് വാങ്ങിച്ചു കൊടുത്താലോ ഗിഫ്റ്റായിട്ടെന്ന്. പക്ഷേ ലക്കിലി ആ സമയം ഇപ്പോൾ നമ്മൾ ദുബായ്ക്ക് കൂടി പോയത് കാരണം ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ആയിട്ടാട്ടോ പോയി ഗിഫ്റ്റ് വാങ്ങിച്ചത് അനീഷ് അറിയാണ്ട്. അപ്പോൾ നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സിനാണ് വാങ്ങിച്ചതും. ആൻഡ് ചെറുതാക്കുന്ന എന്തിനാ നമുക്ക് ഒരു ഡയമണ്ടിൻ്റെ ഇയർ സ്റ്റഡ് തന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നിങ്ങൾ ദുബായിൽ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകണം. കുറച്ച് ക്ലിപ്സ് കണ്ടാലോ? എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട് അവള് പറഞ്ഞത്. അമ്മമ്മ ഹായ് പറയും. അമ്മമ്മ ഉറക്കം വന്നിരിക്കുകയാണ്. ചിറ്റ ഹായ് പറയും. That's my mom. That's my sister. And we're busy buying. ഫൈനലി ഞാൻ വന്ന് നിൽക്കുന്നത് ഇതിലാണ്. സോ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളും എല്ലാം ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ അനീഷിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഓൾ സെറ്റാണ് ഗൈസ്. സോ നമ്മുടെ ബർത്ത്ഡേ ബോയ്സ് ഹിയർ ഓൾ സെറ്റ്. അപ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. യെസ്. എന്തായിരിക്കും എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു വാച്ച് ആയിരിക്കും. എന്തെങ്കിലും ആക്സസറീസ് ആയിരിക്കും. ഓക്കെ, എന്നാ തരട്ടെ. കണ്ണടക്ക്.
കണ്ണടക്ക്, ഫുള്ള് കണ്ണടക്ക്. തുറന്നോ വാങ്ങിച്ചോ. എന്താ ഡയമണ്ട് സ്റ്റഡ്. യാ താങ്ക് യു ശ്രു. എന്തെങ്കിലുമൊക്കെ പറ. ഞാനിത് എന്താ പറയാ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതായിരിക്കുന്നുള്ളത്. താങ്ക് യു. അപ്പൊ എന്തായാലും ഷുവറായിട്ടും ബൈ ഷുവർ എന്തായാലും അടിക്കും. ഇത്ര എക്സ്പ്രഷൻസ് മാക്സിമം വരൂ. കാണിച്ചു കൊടുത്തേ. ഇതാണ് നമ്മളെടുത്ത ഡയമണ്ട് സ്റ്റഡ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ സെലക്ഷൻ? നന്നായിട്ടില്ലേ? യെസ് ഗൈസ്, സോ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഞങ്ങൾ ദാ ഇറങ്ങിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. ഡിന്നർ. ആർ യു റെഡി? യെസ്. ദാ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. എനിക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൺഫ്യൂസ്ഡ് ആയത് കാരണം എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തത് അനീഷിൻ്റെ ഓഫീസിലുള്ളൊരു കൊളീഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് റോയൽ ഒപ്പേറ ഹൗസിലുള്ള കാരമൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അനീഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന്. സർപ്രൈസ് ഒന്നുമല്ല. ഇതാണ് റോയൽ ഒപ്പേറ ഹൗസ്. ഒമാനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ലാൻഡ്മാർക്കാണ്. അതുമാത്രമല്ല ഒരു സിമ്പിൾ ഓഫ് കൺട്രീസ് അപ്രിസിയേഷനും കൂടിയാണ് ആർട്ടിനും മ്യൂസിക്കിനും അതേപോലെ തന്നെ ആർക്കിടെക്ചർ കൺസ്ട്രക്ഷനും ഒമാൻ കൊടുക്കുന്ന പ്രാധാന്യം കാണിക്കാനായിട്ട്. ഇത് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തത് 2011 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ കാണാനായിട്ട് വെരി ഇംപ്രസീവാണ്. ട്രഡീഷണൽ ഒമാനി ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷൻ, അതും എലിഗൻ്റ് ആയിട്ടുള്ള സ്റ്റോൺ ഡിസൈൻസും അതേപോലെ തന്നെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എൻകാർവിങ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പെർഫോമൻസ് ഹാള് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. ഈ എൻറ്റയർ കോംപ്ലക്സ് ഇൻക്ലൂഡ്സ് ലാൻഡ്സ്കേപ്പ് ഗാർഡൻസ്, കൾച്ചറൽ മാർക്കറ്റ്, ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ആൻഡ് എക്സിബിഷൻ സ്പേസസ്. പെർഫോമൻസസ് ഹോസ്റ്റ് ചെയ്യുന്ന ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ഏകദേശം 1100 ഗസ്റ്റുകളെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരുപാട് റേഞ്ച് ഓഫ് പെർഫോമൻസസ് ഇവിടെ ഹോസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. ഒപ്പേറ, ക്ലാസിക്കൽ മ്യൂസിക്, കോൺസേർട്ട്, ഇൻ്റർനാഷണൽ കൾച്ചറൽ ഷോസ് ആൻഡ് എക്സെട്ര. ഒപ്പേറ ഹൗസിൻ്റെ അകത്ത്, അതായത് ഈ ഓഡിറ്റോറിയം പെർഫോമൻസസ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് കയറാനായിട്ടുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. നമ്മൾ എത്തിയപ്പോഴേക്കും 8 മണി ആയതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള കാഴ്ചകളും അതേപോലെ തന്നെ നമ്മൾ അകത്തുള്ള മറ്റുള്ള കാഴ്ചകളും കാണാനായിട്ടാണ് പറ്റിയിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയ സമയപ്പോഴേക്കും മിക്കതും ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെരി എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ അകത്തുള്ള ഷോപ്സസ് ഒക്കെ. ആൻഡ് ഇൻറ്റീരിയേഴ്സ് ഇതിൻ്റെ അകത്തും ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷറി ഫീല് തരുന്ന പോലെയാണ്. ആൻഡ് ഒപ്പേറ ഹൗസിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തും വുഡൻ വർക്കാണ്. മൊത്തത്തിൽ ഒരു റോയൽ ആൻഡ് ഒരു ആർട്ടിസ്റ്റിക് അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പേറ ഹൗസിൻ്റെ ഭംഗിയൊക്കെ കണ്ട ശേഷം നമ്മൾ ബുക്ക് ചെയ്ത റെസ്റ്റോറൻറ്റിനകത്തേക്കാണ് നമ്മൾ പോകുന്നത്. കാരമൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇനി ഇതിങ്ങോട്ടൊരു ഫുഡ് വ്ളോഗായി മാറുമോ എന്നുള്ളത് എനിക്കറിയില്ല ഗൈസ്. നമ്മൾ കഴിച്ചത് സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കൻ സൂപ്പ് വിത്ത് ഗാർലിക് ബ്രെഡാണ്. മെയിൻ കോഴ്സായിട്ട് ഞാൻ വാങ്ങിച്ചത് സ്റ്റേക്കാണ്, ബീഫ് സ്റ്റേക്ക് ആൻഡ് മാഷ്ഡ് പൊട്ടറ്റോസ്. അനീഷ് ചിക്കൻ ഗ്രിൽ വിത്ത് ഹെർബ്സ് ആൻഡ് ഫ്രൈസാണ്. ഫുഡിനെ കുറിച്ച് എൻ്റെ പൊന്ന് ഗൈസ് എനിക്ക് ഒന്നും പറയാനായിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് മാത്രമല്ല അനീഷിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല യമ്മി ഫുഡായിരുന്നു. 10/10 കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഞാൻ ചെറിയൊരു കേക്ക് കട്ടിങ് കൂടി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അനീഷിൻ്റെ ബർത്ത്ഡേ ദിവസത്തിലെ 4ാമത്തെ കേക്ക് കട്ടിങ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടായിരുന്നു കേട്ടോ. ഒരു ചോക്ലേറ്റ് ബ്രൗണി വിത്ത് വാനില ഐസ്ക്രീം ആയിരുന്നു. ആൻഡ് അത് കട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്തുനിന്ന് ലാവ് പോലെ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഷുഗർ കട്ടിങ്ങും ഡയറ്റിങ്ങൊക്കെ ആണെങ്കിലും ബർത്ത്ഡേ ദിവസങ്ങൾ നമുക്ക് കുറച്ച് എക്സെപ്ഷണൽ കേസസ് ആണല്ലോ. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒപ്പേറ ഹൗസിൻ്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെ ഒന്ന് നടന്നു, തിന്നതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ടും. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു, കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിതാ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു, കിടന്ന് നല്ലൊരു ഉറങ്ങുന്നു. ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. നമ്മൾ രാത്രി 12 മണിക്ക് തുടങ്ങിയ ആഘോഷം, കാറിലെ സർപ്രൈസും ഓഫീസിലെ സർപ്രൈസും വീട്ടിലെ സർപ്രൈസും ആൻഡ് ഫൈനലി ദ റെസ്റ്റോറൻറ്റ്. ആക്ച്വലി ഇതൊന്നും പറയാനിട്ട്, റെസ്റ്റോറൻറ്റ് ഈസ് ലൈക്ക് 10 on 10 ആംബിയൻസ്. ഫുഡ് 11 on 10 ഞാൻ കൊടുക്കേണ്ടി വരും. അത്ര നല്ല അടിപൊളി ഫുഡായിരുന്നു. പ്രസൻറ്റേഷൻ, ഹോസ്പിറ്റാലിറ്റി, സർവീസ് എല്ലാം ടോപ്പ് നോട്ടായിരുന്നു കേട്ടോ. പ്ലസ് ഈ ഒപ്പേറ ഹൗസും ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. അനീഷിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒപ്പേറ ഹൗസ് പോകണം എന്നുള്ളത്. പക്ഷെ നമുക്ക് ഉള്ളിലൊന്നും കയറി കാണാൻ പറ്റിയിട്ടില്ല ഈ സമയം ആയതുകൊണ്ട്. പക്ഷെ നല്ല ചൂടും ഉണ്ട്, അതാണ് നമുക്ക് അധികം സമയം പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ വേർത്തു. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഒരു വിൻ്റർ ടൈമിൽ വരണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ ബോയിനോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. ഞാൻ പറയുന്നതിലും കൂടുതൽ we will get to know from the birthday boy. ഇന്ന് കാലത്തൊട്ട് നല്ല സർപ്രൈസുകളായിരുന്നു. അതുവഴിയെ വ്ളോഗിലെല്ലാം നിങ്ങൾക്ക് കാണുന്നതാണ്. ഗിഫ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. വീണ്ടും പറയട്ടെ, എന്താ വെച്ചാൽ ഞാൻ ഞെട്ടിച്ചു കളഞ്ഞു. ഞാനൊന്നും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു. അതും നിങ്ങൾക്ക് വ്ളോഗിൽ കാണുമ്പോൾ എന്താണെന്ന്. യെസ് ഗായ്സ്, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ്. അനീഷ് വളരെ ഹാപ്പിയാണ്, അതിലും വളരെയധികം ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് എല്ലാ പ്ലാൻസും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. എല്ലാ സർപ്രൈസസും 100% സക്സസ് ആയിരുന്നു ഗായ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ സന്തോഷമുണ്ട്. ഡേ വെൽ സ്പെൻഡ് എന്ന് തന്നെ പറയാം. 100% സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഞാൻ മാത്രമല്ല, അനീഷും. പിന്നെ ഒത്തിരി പേര് അനീഷിനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സും പിന്നെ കസിൻസും, അതേപോലെ തന്നെ അനീഷിൻ്റെയും. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ വിഷ് ചെയ്യാത്ത ആൾക്കാരൊക്കെയും ഈ വ്ളോഗ് അപ്ലോഡ് ആകുമ്പോഴേക്കും അനീഷിനെ വിഷ് ചെയ്തേക്കും. നമ്മുടെ ട്രിപ്പ് ലൈഫ് ഫാമിലിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണം അനീഷിന്. പിന്നെ ഈ വ്ളോഗ് കാണുമ്പോൾ ഒത്തിരി പേർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, ഇത്രയൊക്കെ സർപ്രൈസസ് കിട്ടിയിട്ടും അനീഷിൻ്റെ മുഖത്ത് ഇത്ര എക്സ്പ്രഷൻസ് ഉള്ളൂ, സന്തോഷമായില്ലേ, എന്താ പ്രകടിപ്പിക്കാൻ, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ ഗായ്സ്, അനീഷ് വളരെയധികം ആവശ്യത്തിന് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ അനീഷ് പ്രകടിപ്പിക്കുന്നത് എന്നെപ്പോലെ ഭയങ്കര എക്സ്പ്രസീവ് പേഴ്സൺ അല്ല അനീഷ്. പിന്നെ ക്യാമറയും കൂടി കണ്ടു കഴിഞ്ഞാൽ പറയേ വേണ്ട, അനീഷ് ഭയങ്കരമായിട്ട് കുറച്ചൊരു ഇതാണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്യാമറയും കൂടി കാണാൻ അനീഷിന് അറിയാം ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതാണ് കുറച്ച് പ്രകടനങ്ങൾ കുറവ്. പക്ഷെ ക്യാമറ ഓഫ് ചെയ്തൊക്കെ എന്നോട് ഒത്തിരി പറഞ്ഞു കേട്ടോ, ഭയങ്കര ഹാപ്പി ആയെന്നും എൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്തും ഒക്കെ പറഞ്ഞു. സോ കാണുമ്പോൾ എല്ലാവർക്കും തോന്നാം ഈ ചെക്കൻ അധികം സന്തോഷമായില്ലേ എന്നുള്ളത്. അപ്പോൾ സന്തോഷമായില്ലേ? വളരെ സന്തോഷമായത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ഹാപ്പിയാണോ? അതാണ് എനിക്ക് ഏറ്റവും. ഞാൻ വളരെ ഹാപ്പിയാണ് ഇന്നത്തെ എൻ്റെ വലിയൊരു ബിഗ് ഡേ ആക്കി തന്നതിൽ. അതുപോലെ തന്നെ എല്ലാവരും ശ്രുവനായാലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ബിഗ് താങ്ക് യു. എല്ലാവരോടും താങ്ക്സ് മാത്രം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, ഞങ്ങൾ വീട്ടിൽ പോട്ടെ. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സ് ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സി യു, ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ. അയ്യോ, എല്ലാവരും പോവല്ലേ.
ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് 2 ദിവസത്തിനകം അനീഷിൻ്റെ പിറന്നാളും കൂടി ആയിരുന്നു കേട്ടോ. അനീഷിൻ്റെ അങ്ങോട്ടൊക്കെ പിറന്നാളാണ് കൂടുതൽ ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ പപ്പടം പഴം പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ എടുത്തത് ഇതിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതെല്ലാം ഡോക്യുമെൻറ്റിങ്ങും കൂടി ആണല്ലോ. അപ്പോൾ ഞാൻ പായസമായിട്ട് ഉണ്ടാക്കിയത് പരിപ്പ് പായസം കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബർത്ത്ഡേയും പിറന്നാൾ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.